നമസ്കാരം, ഞാൻ ഡോക്ടർ ജയറാം. ഇപ്രാവശ്യം മഴക്കാലം കുറച്ച് നേരത്തെ വന്നിരിക്കുകയാണ്. സന്തോഷമുള്ള കാര്യം തന്നെയാണ്. പക്ഷെ നമ്മൾ ഓർക്കേണ്ടത്, ഈ സമയത്ത് എല്ലാ മഴക്കാലത്ത് വരുന്ന പോലെ ചില അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതിന് എതിരെ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നമുക്കറിയാം, മഴക്കാലത്ത് ഏറ്റവും സാധാരണയായിട്ട് വരുന്ന അസുഖം പനിയാണ്. അപ്പം ഏറ്റവും കൂടുതൽ കാണുന്നതും വൈറൽ പനി അല്ലെങ്കിൽ ജലദോഷപ്പനി. പക്ഷെ ഏത് പനി വന്നാലും നമ്മൾ പനിക്കുള്ള കാരണം വൈറസ് ആണോ അല്ലെങ്കിൽ ബാക്ടീരിയ ആണോ അല്ലെ വേറെ എന്തെങ്കിലും കാരണമോ ആണോ എന്ന് കണ്ടുപിടിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ചില സമയത്ത് നമ്മൾ വൈറൽ ഫീവറാന്ന് വിചാരിച്ച് പാരസെറ്റമോൾ കഴിച്ച് അങ്ങനെ വെറുതെ ഇരിക്കാൻ സാധ്യതയുണ്ട്. 4-5 ദിവസം ആകുമ്പോൾ വൈറൽ പനി മാറാം. പക്ഷേ ഈ സമയത്ത് ചിലപ്പോൾ സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഒക്കെ വന്നു കഴിഞ്ഞ് ഇതിന്റെ കോംപ്ലിക്കേഷൻസ് ആയ ന്യൂമോണിയ അല്ലെങ്കിൽ മെനിഞ്ചൈറ്റിസ് അങ്ങനെയൊക്കെ ആവാൻ സാധ്യതയുള്ളതുകൊണ്ട് പനി വരുമ്പോൾ പനിക്കുള്ള കാരണം കണ്ടുപിടിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിനെ ചികിത്സിക്കേണ്ടത്. നമുക്ക് നോക്കാം 1-2 കാര്യം ഏതൊക്കെയാണ് കോമൺ ആയിട്ട് ഈ സമയത്ത് വരുന്ന അസുഖങ്ങൾ. അത് ചില സമയത്ത് നമുക്കിത് കൊതുകുകൾ പടർത്തുന്ന അസുഖമാവാം, അല്ലെങ്കിൽ ഭക്ഷണത്തിലെ കൂടിയോ മലിനമായ വെള്ളത്തിലെ കൂടി പടരുന്ന അസുഖം. ഏതൊക്കെയാണ് സാധാരണയായിട്ട് കാണുന്ന കൊതുക് ജന്യ രോഗങ്ങൾ? ചിക്കുൻഗുനിയ, ഡെങ്കിപ്പനി, മലേറിയ തുടങ്ങിയ ജാപ്പനീസ് എൻകഫലൈറ്റിസ് തുടങ്ങിയവയാണ് സാധാരണയായിട്ട് കൊതുകുകൾ പടർത്തുന്ന അസുഖങ്ങൾ. അപ്പൊ നമ്മൾ ഈ കൊതുക് ജന്യ രോഗങ്ങളെ തടയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് കൊതുക് സോഴ്സ് റിഡക്ഷൻ അല്ലെങ്കിൽ ഉറവിട നശീകരണം വളരെ അത്യാവശ്യമാണ്. അതേപോലെ മാത്രമല്ല കൊതുക് കടിയിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ സോഴ്സ് റിഡക്ഷൻ അല്ലെങ്കിൽ ഉറവിട നശീകരണം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിന്റെ അകത്തുനിന്ന് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം വീട്ടിന്റെ ഉള്ളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫ്രിഡ്ജിന്റെ പുറകിലുള്ള ഒരു ട്രെയിൽ അല്ലെങ്കിൽ AC, കൂളർ അല്ലെങ്കിൽ ചെടിച്ചട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കൊതുക് വളരാൻ സാധ്യതയുണ്ട്. നമ്മൾ സമയത്ത് അതിന്റെ വെള്ളമൊക്കെ മാറ്റിയില്ലെങ്കിൽ. അപ്പോൾ ഈ സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പിന്നെ നമ്മുടെ വീട്ടിന്റെ പുറത്ത് അല്ലെങ്കിൽ കോമ്പൗണ്ടിന്റെ ഉള്ളിൽ അവിടെ അലക്ഷ്യമായി വലിച്ചെറിയുന്ന ചിരട്ടകളോ മുട്ടത്തോടോ അല്ലെങ്കിൽ ടയർ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് സാധനങ്ങൾ ഇവിടെയൊക്കെ വെള്ളം കെട്ടി നിന്നിട്ട് കൊതുകുകൾ വളരാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പൊ ഇങ്ങനെ സോഴ്സ് റിഡക്ഷൻ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൊതുക് കടിയിൽ നിന്ന് രക്ഷപ്പെടണം. അതിന് വേണ്ടിയിട്ട് നെറ്റുകൾ, സ്ക്രീനുകൾ പലതും ഉപയോഗിക്കേണ്ടതുണ്ട്. അപ്പൊ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൊതുക് പടർത്തുന്ന അസുഖത്തിൽ നിന്ന് രക്ഷപ്പെടാം. ഇനി മറ്റു രീതിയിൽ പടർത്തുന്ന അസുഖം വെള്ളത്തിൽ അല്ലെങ്കിൽ മലിനമായ വെള്ളത്തിൽ അല്ലെങ്കിൽ ഭക്ഷണത്തിൽ കൂടി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്കറിയാം ഹെപ്പറ്റൈറ്റിസ് അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം, കോളറ, ടൈഫോയിഡ്, ഡിസെൻട്രി അല്ലെങ്കിൽ അതിസാരം തുടങ്ങിയ അസുഖങ്ങളാണ് ഏറ്റവും പ്രധാനമായി ഈ മലിനമായ വെള്ളത്തിൽ കൂടി ഭക്ഷണത്തിൽ കൂടി പടരാൻ സാധ്യത. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. ഭക്ഷണങ്ങൾ പാചകം ചെയ്തു കഴിഞ്ഞാൽ അതിനെ മൂടി വെക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. നമുക്ക് കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ ചിലപ്പോൾ കുട്ടികൾ സ്വന്തം ഭക്ഷണം എടുത്തു കഴിഞ്ഞിട്ട് അവർ ചിലപ്പോൾ മൂടി വെക്കാതെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ അവർക്ക് പഠിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. തുടർന്ന് പിന്നെ കുട്ടികൾ, അതേപോലെ കുട്ടികളും മുതിർന്നവരെല്ലാവരും ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും പിൻപും കൈ കഴുകേണ്ട കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ ഇടവരികയാണെങ്കിൽ ഇപ്പൊ ഒരു പാർട്ടിയിൽ പോവുകയാണെങ്കിൽ അവിടെ വെൽക്കം ഡ്രിങ്ക്സോ അങ്ങനത്തെ ഒക്കെ കാര്യം, ഐസ് വെള്ളമോ തിളപ്പിച്ചാറ്റിയ വെള്ളം അല്ലെങ്കിൽ അത് കഴിയുന്നതും നമ്മളത് ഒഴിവാക്കുക എന്നുള്ളത്. പിന്നെ പഴകിയ ഭക്ഷണങ്ങളൊക്കെ യാതൊരു കാരണവശാലും ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾ ചെറിയ ചൂടുള്ള അപ്പൊക്കെ ഉണ്ടാക്കിയ ഭക്ഷണങ്ങൾ മാത്രം ഉപയോഗിക്കുക എന്നുള്ള പോളിസി നമ്മൾ അനുസരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പിന്നെ ഇനി കുറച്ചുകൂടി ഒരു സീരിയസ് ആയ അസുഖം പറയാനെന്ന് വെച്ചാൽ എലിപ്പനിയാണ്. അപ്പൊ എലിപ്പനി എങ്ങനെയാ പടരുക? സാധാരണയായിട്ട് നമുക്കറിയാം, നമ്മുടെ വീട്ടിന്റെ ചുറ്റും ചിലപ്പോൾ ചെറിയ വെള്ളക്കെട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ എലികള് വന്ന് അവിടെ മൂത്രമൊഴിക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ജോലി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ കുട്ടികൾ കളിക്കാൻ വേണ്ടിയിട്ടോ കൃഷിപ്പണിയൊക്കെ ചെയ്യുന്നവരൊക്കെ അവിടെ പോയിട്ട് ഈ വെള്ളത്തിൽ ചവിട്ടി കഴിഞ്ഞാൽ നമ്മുടെ കാലിൽ മുറിവൊക്കെ ഉണ്ട്. അതിലുകൂടി ഈ അണുക്കൾ നമ്മുടെ ശരീരത്തിൽ വരികയും എലിപ്പനി ഉണ്ടാവുകയും ചെയ്യുന്നു. നമുക്കറിയാം, എലിപ്പനി വളരെ നേരത്തെ ചികിത്സിച്ചു കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ മാറുകയാണെങ്കിൽ പോലും ഇത് വളരെ അധികം കോംപ്ലിക്കേഷൻസ്, ഇപ്പൊ കിഡ്നി ഫെയിലിയർ, ഡെത്ത് വരെ, ഹാർട്ട് ഫെയിലിയർ, പിന്നെ ഡെത്ത് വരെ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു അണുവാണ്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഈ എലികളൊക്കെ വളരാനുള്ള സാഹചര്യം, അതായത് നമ്മൾ വേസ്റ്റ് ഒക്കെ ഡിസ്പോസ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് അതിന് അജൈവ മാലിന്യങ്ങളും ജൈവ മാലിന്യങ്ങളും സെപ്പറേറ്റ് ചെയ്തിട്ട് അതിന് കൃത്യമായ രീതിയിൽ അതിനെ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാൻ പഠിക്കണം. ചെറിയ കുട്ടികൾക്ക് വരെ പഠിപ്പിക്കണം എന്നുള്ളതാണ് വളരെ പ്രധാനമായി പറയാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക്
ഈ മഴക്കാലത്തിന് വളരെ സന്തോഷമായി കഴിയാൻ പറ്റും. ഉടൻ തന്നെ അടുത്തൊരു ടോപ്പിക്കുമായി വരുന്നതായിരിക്കും. നമസ്കാരം.